ലിവർ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. പോത്തിൻ്റെ ലിവറാണ്. 1/2 കിലോയും കുറച്ച് കൂടുതലും ഉണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലിവർ വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് സ്റ്റീൽ കുക്കർ ആയതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കും. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലിവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങും. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ. ലിവർ വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അത് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ചേർത്തത്. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ വാങ്ങിക്കുന്ന മസാലകളില്ലേ, ഗരം മസാല, അതായത് ഒരു 2 തക്കോലം, കുറച്ച് പട്ട, ഒരു 3-4 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, പിന്നെ അതേ കുറച്ച് കസ്കസ്, കുറച്ച് കുരുമുളക്. ഇത്രയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കണ്ടോ, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബേ ലീഫും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. കുക്കർ അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഇതുവരെ വിസിൽ വന്നിട്ടില്ല. കറക്റ്റ് 3 വിസിൽ മതി. അതിനുശേഷം നമുക്ക് ഓഫാക്കാം. മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ അല്ലിയാണെങ്കിൽ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 8-10 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. മുറിച്ചിട്ടൊന്നുമില്ല, അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 തക്കാളി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി 3 ടീസ്പൂൺ. മുളക് പൊടി 2 ടീസ്പൂൺ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു പാത്രത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതായത് ഒരു കൈപ്പിടി നിറയെ അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ ഇതുപോലെ കുതിർക്കാൻ ഇടണം. ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അണ്ടിപ്പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളം എടുക്കരുത് കേട്ടോ. നമ്മൾ വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമില്ല. ലിവർ മാത്രം ഇതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചെറു ചൂടുവെള്ളമാണ് എടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാൻ പോവുകയാണ്. 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാൽ, കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം, ലോ ഫ്ലെയിമിലാക്കണ്ട. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് തിളപ്പിക്കരുത്. ജസ്റ്റ് തിള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെക്കാം, ആ സ്മെല്ലൊക്കെ അതിലേക്കൊന്ന് പിടിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലിവർ കറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ അഡിക്റ്റ് ആയിപ്പോകും. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.